ഈ മന്ത്രി കേരളത്തിന്റെ കായിക ലോകത്തിന്റെ ഒരു അപമാനമാണ്. അദ്ദേഹത്തിന് കായിക താരങ്ങൾ ആരാന്നറിയില്ല. അതാണ് എന്റെ വലിയ രസം. മുഹമ്മദ് ക്ലൈഷ്, ഞാൻ ചോദിക്കുന്ന ഏറ്റവും ലോക പ്രശസ്തനാണ് നമ്മുടെ ബോക്സിംഗ് താരം കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി. അദ്ദേഹത്തെ കുറിച്ച് പോലും കേട്ട് കേൾവിയില്ലാത്ത ഒരു കായിക മന്ത്രി. പോട്ടെ, ഞങ്ങൾ ധരിച്ചു അതൊക്കെ വിദേശത്തുള്ള കായിക താരങ്ങളാണ്. കേരളത്തിലെ കായിക താരങ്ങളെ അറിയണ്ടേ? അഞ്ജു കേരളത്തിന്റെ കായിക താരമാണ് എന്ന് AP ജയരാജൻ അറിയില്ലെന്നാണ് അവരെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അവരോട് ചോദിച്ചത് കഴിഞ്ഞ ഗവൺമെന്റ് നിശ്ചയിച്ച രാഷ്ട്രീയക്കാരുടെ കമ്മിറ്റിയാണിത്. ഒരു കായിക താരമുണ്ടോ ഈ കമ്മിറ്റിയിൽ? ആ കമ്മിറ്റിക്കകത്ത് മിക്കവാറും എല്ലാ ആളുകളും കായിക താരങ്ങളാണ്. നിങ്ങൾക്കതറിയാം. ഒളിമ്പ്യൻ ശ്രീജേഷ്, നമ്മളെ ഷൂട്ടർ സണ്ണി, നമ്മളെ ക്രിക്കറ്റ് താരം, ക്രിക്കറ്റിന്റെ രംഗത്ത് സജീവ സാന്നിധ്യമായ BC മാത്യു, പിന്നെ പ്രീത ശ്രീധരൻ, എല്ലാം കായിക താരങ്ങളാണ്. കേരളത്തിന്റെ കായിക താരങ്ങളെ പോലും അറിയാത്ത ഒരു കായിക മന്ത്രി അഞ്ജുവിനെ പോലത്തെ ഒരു കായിക താരത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിന്റെ കായിക ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഒരു ഓണററി പോസ്റ്റാണ്. ശമ്പളമൊന്നുമില്ല. ഞങ്ങൾ എല്ലാ കാലവും സ്പോർട്സ് രംഗത്തുള്ളവരെ വെച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പ് പത്മനി തോമസ് ആണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ TP ദാസനാണ്. രാഷ്ട്രീയക്കാരെ കുത്തിവെക്കുന്ന പാരമ്പര്യം അവർക്കാ, ഞങ്ങൾക്കല്ല. ഞങ്ങൾ കായിക താരങ്ങളെയാണ് എല്ലാ കാലത്തും വെക്കുക. അപ്പോ ഒരു ഓണററി പോസ്റ്റിന്റെ അകത്തിരിക്കുന്ന വളരെ തിരക്കേറിയ അഞ്ജുവിനെ പോലുള്ള ഒരു കായിക താരം ഇതിന്റെ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റായി ഇരിക്കാൻ വേണ്ടി എത്രയോ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അവസാനം അവർ ഏറ്റെടുത്തത്. അവർക്ക് പോകാനും വരാനുമുള്ള പ്രയാസങ്ങളുണ്ട്. ഗവൺമെന്റ് സ്പെഷ്യൽ ജിയോ ഇറക്കിയിട്ടാണ് പോകാനും വരാനുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവർക്ക് എടുക്കാം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് വന്ന ഒരു വൈസ് പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജോട് ചോദിച്ചിരുന്നത്, നിങ്ങൾ ആര് തന്നു നിങ്ങൾക്ക് ഈ കാശ്? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ കറപ്ഷൻ കാണിക്കുകയാണ് എന്നാണ്. കറപ്ഷൻ കാണിച്ചാൽ നിങ്ങൾക്ക് ആരധികാരം തന്നു ടിക്കറ്റ് എഴുതിയെടുക്കാൻ, ടിക്കറ്റിന്റെ പൈസ എഴുതിയെടുക്കാൻ? ഇങ്ങനെ അപമാനിക്കുന്ന, ഇങ്ങനെ വിടുവായത്വം പറയുന്ന, വിവരമില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ ഒരു ഗുണ്ടാ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കായിക മന്ത്രി ഈ കേരളത്തിന് അപമാനമല്ലേ? മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് അദ്ദേഹത്തെ. കാരണം 1, 2, 3 വിടുവായത്വം കഴിഞ്ഞല്ലോ. ബോക്സിംഗ് താരത്തെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ കണ്ടൽക്കാടിനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ P ജയരാജനെ തിരുത്തി കൊടുത്തു. അത് കണ്ടൽക്കാടിനകത്ത് ബിൽഡിംഗ് കെട്ടാൻ പാടില്ല, കൺസ്ട്രക്ഷൻ പാടില്ല, പാർക്ക് ഉണ്ടാക്കാൻ പാടില്ല. കണ്ടൽക്കാട് ഉണ്ടായിക്കോട്ടെ, ആര് എതിർക്കുന്നു? അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. കോടതി വിധി ഉണ്ടെന്നാ പറഞ്ഞു. കോടതി വിധി എന്താ? കോടതി വിധി അവിടെ കണ്ടൽക്കാട് റിപ്പയർ, കണ്ടൽക്കാടിന്റെ അകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. കെട്ടിടം കെട്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല, പാർക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ല, ഡൈനിങ് ഹാൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ വായ തുറന്നാൽ വിവരക്കേട് മാത്രം വിളമ്പുന്ന ഒരു മന്ത്രിയായി ലോകം മുഴുവൻ EP ജയരാജൻ അറിയപ്പെടുകയാണ്. മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ കായിക ലോകത്തോട് ബഹുമാനമുണ്ടെങ്കിൽ, കായിക താരങ്ങളോട് ആദരവുണ്ടെങ്കിൽ, അഞ്ജുവിന്റെ ഫാമിലി, ഒരു കുടുംബം മുഴുവൻ സ്പോർട്സിന്റെ കായിക താരങ്ങളല്ലേ? അദ്ദേഹം അവരുടെ ഭർത്താവ് കായിക രംഗത്ത് ജീവിതം ഒരു ജീവിതം അർപ്പിച്ചത് ജിമ്മി ജോർജിന്റെ സഹോദരൻ, അച്ഛൻ ജോർജ് വക്കീൽ, എല്ലാം കായിക താരങ്ങളാണ്. ആ കായിക കുടുംബത്തോട് കാണിക്കുന്ന അപമാനിക്കലല്ലേ ഇത്? അതുകൊണ്ട് ഈ കേരളത്തിന്റെ കായിക ലോകത്തോട് ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ദയവായി ഈ മന്ത്രിയെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. കണ്ണൂരിലെ മന്ത്രിയാണ്, അതേ കണ്ണൂർക്കാർക്ക് അപമാനല്ലേ? അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പ്രതികരിക്കുന്നു. കണ്ണൂരിന് അപമാനല്ലേ? കണ്ണൂരിൽ ഇങ്ങനെ ഒരു വിവരമില്ലാത്ത ഒരാൾ മന്ത്രിയായി എന്ന് പറയുന്നത് ഈ നാടിന് അപമാനല്ലേ? കണ്ണൂർക്കാർക്ക് അപമാനം. കണ്ണൂരിന് എത്രയോ കാലം ഇതിനു മുമ്പ് മന്ത്രിമാർ വന്നിട്ടില്ലേ? എത്ര മന്ത്രിമാർ വന്നാൽ ഏതെങ്കിലും ഒരു മന്ത്രി ഉണ്ടോ ഇതുപോലത്തെ പൊങ്ങത്തരം പറയുന്ന മന്ത്രി? വായ തുറന്നതിൽ എന്ത് പറഞ്ഞു? എന്ത് വായ തുറന്നാലും വിവരക്കേടെ പറയൂ. കൾച്ചറില്ലാത്ത ഭാഷയാണ്. അഞ്ജുവിനെ പോലുള്ള ഒരു കായിക താരത്തോടൊക്കെ ഒരു എത്ര മാനമായി സംസാരിക്കാം? അവരെ പറഞ്ഞു വിടാം. അത് മാനമായി പറഞ്ഞു വിട്ടൂടെ? അവരൊക്കെ ഒരു അഴിമതിക്കാരാണെന്ന് വരുത്തി, അവരെല്ലാം രാഷ്ട്രീയക്കാരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരെ അവമാനിക്കേണ്ട കാര്യം തോന്നി ഈ കേസിന്റെ അകത്ത്? എന്തുമാത്രം അപക്വമായ പെരുമാറ്റം, സംസ്കാരഹീനമായ പെരുമാറ്റം! ഒരു മന്ത്രി ഇത്രയൊക്കെ തരംതാഴാവോ? അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അഭിമാനബോധം ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്ക് ഈ മന്ത്രിസഭയെ കുറിച്ച് വല്ല അഭിമാനബോധം ഉണ്ടെങ്കിൽ ഈ മന്ത്രിയെ അടിയന്തരമായി പിൻവലിക്കണം. EP ജയരാജൻ കേരളത്തിന്റെ കായിക ലോകത്തോടും അഞ്ജുവോടും മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.